ദീപകം ഹൃദയോദ്ദീപകം ജീവദായകം ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും ഡിവൈൻ വോയിസ് ശുശ്രൂഷയിലേക്ക് ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഇന്നേ ദിവസം തിരുവചനത്തിൽ കൂടി ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 56-ാം വാക്യം: എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അതെ, ഈശോയുടെ തിരുശരീര രക്തങ്ങൾ നമ്മൾ പാനം ചെയ്ത് ഭക്ഷിച്ച് അവിടുത്തെ ആത്മീയ ശക്തിയിൽ മക്കളായ നമ്മൾ ഓരോരുത്തരും ജീവിച്ചെങ്കിൽ മാത്രമേ നിത്യജീവൻ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് ഈശോ ഈ തിരുവചനത്തിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്നത്. അതെ, വിശുദ്ധ കുർബാനയുടെ ഏറ്റവും ആഴത്തിലുള്ള ശക്തിയുടെ വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കേണ്ടതിൻ്റെ ഏറ്റവും ആവശ്യകത ഈശോ നമ്മെ പഠിപ്പിക്കുന്നത് ഈ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം മുഴുവനിലും നമുക്ക് കാണാൻ സാധിക്കും. നിത്യജീവനാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. ആ നിത്യജീവൻ നമുക്ക് ലഭിക്കണമെങ്കിൽ ഈശോയുടെ തിരുശരീര രക്തങ്ങൾ നമ്മൾ സ്വീകരിച്ചേ മതിയാവുകയുള്ളൂ. അതുകൊണ്ടാണ് കാൽവരിയിൽ കുരിശിൽ കിടക്കുമ്പോഴും അവിടുത്തെ അവസാന തുള്ളി രക്തം നമുക്ക് വേണ്ടി ചിന്തി നമ്മളെ ആത്മീയരായി വളർത്തുവാൻ വേണ്ടി, ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയാണ് അവിടുന്ന് നമുക്ക് വേണ്ടി പാടുപീഡകൾ സഹിച്ച് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. ഈശോയുടെ അന്തിമ നിമിഷത്തിൽ അവിടുന്ന് നമുക്ക് നൽകിയ 2 നിത്യസമ്മാനമാണ്. ഒന്ന്, വിശുദ്ധ കുർബാന. തൻ്റെ അന്ത്യത്താഴ സമയത്ത് സെഹിയോൻ ശാലയിൽ ഈശോ തൻ്റെ ശരീരവും രക്തവും നിങ്ങൾ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞുകൊണ്ട് അപ്പവും വീഞ്ഞുമെടുത്ത് വാഴ്ത്തി നമുക്ക് ഓരോരുത്തർക്കും നൽകി. തൻ്റെ ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ നമ്മെ ഓരോരുത്തരെയുമാണ് ഈശോ അവിടുന്ന് കണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ മക്കളായ നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങളെയും ഈ ലോകത്തിലെ എല്ലാവിധ തിന്മയുടെ ശക്തികൾക്കും നമ്മൾ അടിമപ്പെട്ടു പോകാനുള്ള സാധ്യതകളുണ്ട്. അതിൽ നിന്ന് രക്ഷ നേടുവാനും അതിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും വിമുക്തരാകുവാൻ വേണ്ടി നമ്മൾ സ്വീകരിക്കേണ്ടതാണ് അവിടുത്തെ തിരുശരീര രക്തങ്ങൾ. അതുകൊണ്ടാണ് ഓരോ വിശുദ്ധ കുർബാന ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ വിശുദ്ധിയോടുകൂടി അത് സ്വീകരിക്കുവാൻ തയ്യാറാകുമ്പോൾ, അത് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ മുന്നേറുമ്പോഴാണ് അവിടുത്തെ ആത്മീയ ശക്തി നമുക്ക് ലഭിക്കുന്നത്. വിശുദ്ധ കുർബാനയുടെ ശക്തി എന്താണെന്ന് നമുക്ക് ആർക്കും വർണ്ണിക്കുവാനായിട്ട് സാധിക്കത്തില്ല. വിശുദ്ധ കുർബാനയുടെ വില എന്താണെന്ന് നമുക്ക് ആർക്കും വർണ്ണിക്കുവാനായിട്ട് സാധിക്കത്തില്ല. ആ വില നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കത്തില്ല. കാരണം അത്രമാത്രം വിലയേറിയ, അത്രമാത്രം ആത്മീയ ശക്തിയുള്ളതാണ് ഓരോ വിശുദ്ധ കുർബാനയും നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. കാൽവരിയിൽ ഈശോ അർപ്പിച്ച തൻ്റെ ജീവിതത്തിൻ്റെ ബലിയർപ്പണത്തിൻ്റെ ഓർമ്മയാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ അനുസ്മരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കും, വിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ, അത് വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാതെ, ഭക്തിയില്ലാതെ, വിശ്വാസമില്ലാതെ അതിനെ അവഗണിക്കുന്ന അനേകം മക്കളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ചില മാതാപിതാക്കൾ പറയാറുണ്ട്, വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ സമയമില്ല, കുട്ടികൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, നേരത്തെ സ്കൂളിൽ പോകണം, അങ്ങനെ പല ഒഴിവുകഴിവുകൾ പറഞ്ഞ് വിശുദ്ധ കുർബാനയിൽ നിന്ന് ഓടി അകന്നു പോകുന്ന ഒരു സമൂഹത്തെ നമുക്കിന്ന് കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന കൂടാതെ ഒരു ജീവിതവും വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. കുടുംബജീവിതം നയിക്കുന്നവരായെങ്കിലും, സമർപ്പണ ജീവിതം നയിക്കുന്നവരാണെങ്കിലും, പൗരോഹിത്യ ജീവിതം നയിക്കുന്നവരാണെങ്കിലും അവരുടെ ജീവിതം വിശുദ്ധിയിൽ മുന്നേറണമെങ്കിൽ അതിൻ്റെ സഹനങ്ങളും വേദനകളും സ്വീകരിച്ചുകൊണ്ട് മുന്നേറുവാനായിട്ട്, നമുക്ക് വിജയത്തിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കണമെങ്കിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കണം. നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. ചിലരൊക്കെ പറയാറുണ്ട്, വൈദികർക്കും സിസ്റ്റേഴ്സിനും മാത്രം മതി,
അല്ലെങ്കിൽ അവർക്ക് അവരുടെ ആത്മീയ ശക്തിക്ക്, നമുക്കറിയാം ഏതൊരു വൈദികൻ്റെ ജീവിതത്തിലും വിശുദ്ധ കുർബാനയിൽ ഭക്തിയില്ലാതെ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ മടി കാണിച്ചാൽ അവരുടെ പൗരോഹിത്യ ജീവിതം നഷ്ടമാകുന്നത്. അതുപോലെ തന്നെ സമർപ്പിത ജീവിതമായാലും അവരുടെ സമർപ്പിത ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് ആ സമർപ്പണ ജീവിത അന്ത്യം വരെ നിലനിർത്തണമെങ്കിൽ വിശുദ്ധ കുർബാന ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ കുടുംബജീവിതത്തിലും വിശുദ്ധ കുർബാനയുടെ മധ്യേ, വിശുദ്ധ കുർബാനയിലാണ് അവരുടെ വിവാഹ ജീവിതം ആശീർവദിച്ച് നൽകുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാന കൂടാതെ ഏതെങ്കിലും ഒരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവരുടെ കുടുംബജീവിതത്തിൽ തകർച്ചകളും സഹനങ്ങളെ സഹിക്കാൻ ശക്തിയില്ലാത്ത അവസ്ഥകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്യേണ്ടി വരുമ്പോൾ അവർ തളർന്നു പോകും. എന്നാൽ ഏത് സഹനത്തിൻ്റെ നിമിഷങ്ങളിലും വേദനയുടെ നിമിഷങ്ങളിലും വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട് കുടുംബജീവിതം നയിക്കുകയാണെങ്കിൽ അവരുടെ കുടുംബജീവിതം നല്ലൊരു അപ്പനാകുവാൻ, നല്ലൊരു ഭർത്താവാകുവാൻ, നല്ലൊരു ഭാര്യയാകുവാൻ, നല്ലൊരു അമ്മയാകുവാൻ, നല്ലൊരു മക്കളായി ജീവിക്കുവാൻ അവർക്ക് സാധിക്കണമെങ്കിൽ വിശുദ്ധ കുർബാന മതിയാവുള്ളൂ. വിശുദ്ധ കുർബാന ഇല്ലാതെ ഒരു ജീവിതവും അനുഗ്രഹപ്രദമായി ജീവിക്കുവാനായിട്ട് സാധിക്കത്തില്ല. ഒരിക്കൽ ഞാൻ ഓർക്കുന്നുണ്ട്, വിശുദ്ധ അന്തോനിസ് പുണ്യാളൻ്റെ അടുക്കൽ ഒരു തീവ്രവാദിയായ നിരീശ്വരവാദിയായ ഒരു വ്യക്തി വന്നിട്ട് ചോദിക്കുകയാണ്, ഈ വിശുദ്ധ കുർബാനയിൽ ഈ അപ്പത്തിൻ്റെ ഉള്ളിൽ ഈശോയുടെ ജീവൻ്റെ ശക്തിയുണ്ടോ എന്ന്. എന്തിനാണ് നിങ്ങൾ ഈ ഗോതമ്പ് അപ്പത്തെ ഇങ്ങനെ ആരാധിച്ച് പുകഴ്ത്തി സ്വീകരിക്കുന്നത് എന്ന്. ഇതിനകത്ത് എന്ത് ശക്തിയാണുള്ളത്? ഒരു ശക്തിയും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഈ നിരീശ്വരവാദി ഈ വിശുദ്ധ അന്തോനിസ് പുണ്യാളനോട് മത്സരിക്കുകയാണ്. അപ്പോൾ വിശുദ്ധ അന്തോനിസ് പുണ്യാളൻ പറഞ്ഞു, ഞാൻ പറയുന്നു വിശുദ്ധ കുർബാനയിൽ ഈ ഗോതമ്പ് അപ്പത്തിൻ്റെ ഉള്ളിൽ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ ശക്തിയുണ്ട്, ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ നമുക്കൊന്ന് മത്സരിക്കാം, നമുക്കൊന്ന് മത്സരിച്ച് നോക്കാം. ഇതിനകത്ത് ഞാൻ പറയുന്നു ശക്തിയില്ല എന്ന്. അന്തോനിസ് പുണ്യാളൻ പറഞ്ഞു ശക്തിയുണ്ട് എന്ന്. എന്നാൽ നമുക്കൊന്ന് പരീക്ഷണത്തിന് വിധേയരാകാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ നിരീശ്വരവാദിയായ വ്യക്തിയും അന്തോനിസ് പുണ്യാളനും കൂടി ഒരു മത്സരം വയ്ക്കുകയാണ്. അന്തോനിസ് പുണ്യാളൻ സമ്മതിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്, ഞാൻ എൻ്റെ കോവർക്കഴുതിയെ യാതൊരുവിധ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കാതെ 3 ദിവസം ഞാൻ പട്ടിണിക്കിടും. 3-ാം ദിവസം കഴുതയുടെ മുമ്പിൽ ഞാൻ ഭക്ഷണവുമായി നിൽക്കുന്ന സമയത്ത് വിശുദ്ധ കുർബാനയും എഴുന്നള്ളിച്ചുകൊണ്ട് അന്തോനിസ് പുണ്യാളൻ വരികയാണ്. എന്നാൽ വിശുദ്ധ കുർബാനയെ എഴുന്നള്ളിച്ചുകൊണ്ട് വിശുദ്ധ അന്തോനിസ് പുണ്യാളന് കഴുതയുടെ അടുത്തേക്ക് നടന്നു വരുമ്പോൾ ഇതാ ഈ കഴുതയുടെ യജമാനൻ ആ കഴുതയ്ക്ക് വേണ്ട ഭക്ഷണ പദാർത്ഥങ്ങളുമായിട്ട് നിൽക്കുകയാണ്. എന്നാൽ കഴുത ആ ഭാഗത്തേക്ക് പോലും നോക്കാതെ വിശന്ന് പൊരിഞ്ഞ് 3 ദിവസം പട്ടിണിക്കിടന്ന ആ കഴുത ആ ഭാഗത്തേക്ക് പോലും നോക്കാതെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന അന്തോനിസ് പുണ്യാളനെ കണ്ട് ആ വിശുദ്ധ കുർബാനയിലേക്ക് നോക്കി മുട്ടുകുത്തി വിശുദ്ധ കുർബാനയെ വണങ്ങി എന്നാണ് പറയുന്നത്. വിശുദ്ധൻ്റെ ജീവിത ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അത്രമാത്രം ഒരു മൃഗമായിരുന്നിട്ടും ബുദ്ധിയില്ലാത്തൊരു കഴുതയാണെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ മൃഗത്തിന് പോലും വിശുദ്ധ കുർബാനയുടെ ശക്തി എന്താണെന്ന് നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് ആ കഴുതയ്ക്ക് സാധിച്ചുവെന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ എന്നാൽ ഈ വിശുദ്ധ കുർബാന ദിവസവും സ്വീകരിക്കുന്ന നമ്മൾ ഇന്നും എത്രയോ അവിശ്വാസത്തോടുകൂടി അല്ലെങ്കിൽ വിശ്വാസമില്ലാതെ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ആ വിശുദ്ധ കുർബാനയിൽ ഉണ്ട് എന്ന് തിരിച്ചറിയുവാനായിട്ട് പലപ്പോഴും വിശ്വാസികളായി നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ കുർബാനയുടെ ശക്തി ഒരു മൃഗമായിരുന്ന ആ കോവർക്കഴുതിക്ക് തിരിച്ചറിയാൻ സാധിച്ചുവെങ്കിൽ ദൈവത്തിൻ്റെ മക്കളായ നമുക്ക് എന്തുകൊണ്ട് അത് അനുഭവിച്ചറിയുവാൻ, അതിൻ്റെ ശക്തി മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നു? ഞാൻ ഓർക്കുകയാണ്, എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകുകയും ഇന്നു വരെയുള്ള എൻ്റെ ജീവിതത്തിൽ വിശുദ്ധ കുർബാന ഞാൻ എന്തെങ്കിലും ഒരു യാത്രയിലോ അല്ലെങ്കിൽ രോഗാവസ്ഥയിലോ മാത്രമേ വിശുദ്ധ കുർബാന ഞാൻ ഒഴിവാക്കിയിട്ടുള്ളൂ. ഏതു പരീക്ഷയ്ക്ക് പോകുമ്പോഴും ഏത് ജീവിത സാഹചര്യത്തിൽ കൂടിയാണെങ്കിലും വിശുദ്ധ കുർബാന മുടക്കാനായിട്ട് ഞാൻ ഒരിക്കലും അനുവദിക്കാതെ വിശുദ്ധ കുർബാന സ്വീകരിച്ച് ജീവിക്കുവാനായിട്ട് ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട്.
പലപ്പോഴും പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ ഒന്നും പഠിക്കാനോ അല്ലെങ്കിൽ പുസ്തകം ഒന്നും മുഴുവൻ വായിച്ചു തീർക്കാൻ പോലും പറ്റാതെയായിരിക്കും പോകുന്നത്. എന്നാലും വിശുദ്ധ കുർബാന ഞാൻ മുടക്കാറില്ലായിരുന്നു. പക്ഷേ പരീക്ഷാ ഹാളിൽ പോയി ഇരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. പേന കയ്യിലെടുക്കുമ്പോൾ അറിയാതെ തന്നെ എൻ്റെ കരങ്ങൾ ചലിച്ച് ഞാൻ പരീക്ഷ എഴുതി വിജയിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കുഞ്ഞുമക്കൾ പലപ്പോഴും പരീക്ഷയാണ്, പഠനമാണ് എന്നൊക്കെ പറഞ്ഞ് പല കാരണങ്ങൾ പറഞ്ഞാണ് വിശുദ്ധ കുർബാനയെ ഒഴിവാക്കിക്കൊണ്ട് പഠനത്തിനും അതുപോലെ തന്നെ ജോലി കാര്യങ്ങൾക്കൊക്കെ ശ്രദ്ധ പതിപ്പിക്കുന്നത്. എന്നാൽ മനസ്സിലാക്കണം, അനുദിന ജീവിതത്തിൽ നമുക്ക് ജീവിതത്തിൽ വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും വിശുദ്ധ കുർബാനയുടെ ശക്തി നമ്മൾ അനുഭവിച്ചറിയണം. അതുപോലെ തന്നെ അനുദിന ജീവിതത്തിൽ ജോലി ചെയ്യുന്നവർ പലപ്പോഴും പറയാറുണ്ട്, സമയമില്ല, വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ സമയമില്ല, ജോലി തിരക്ക്, പഠന തിരക്ക്, ഇങ്ങനെ പല ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാനയെ അവഹേളിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നവരുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വിശുദ്ധ ഇസ്തോർ എന്ന് പറയുന്ന ആ വിശുദ്ധന് തീരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ കർഷകനായി ജോലി ചെയ്ത് കൂലിപ്പണി ചെയ്ത് ജീവിച്ചിരുന്ന ഒരു വിശുദ്ധനായിരുന്നു. അദ്ദേഹം കൂലിപ്പണിക്ക് വേണ്ടി പോകുന്നതിന് മുമ്പ്, പാടത്ത് പണിയെടുക്കാൻ പോകുന്നതിന് മുമ്പ് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. വിശുദ്ധ കുർബാന സ്വീകരിച്ച് ദേവാലയത്തിലിരുന്ന് തൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്ന ഈശോയ്ക്ക് നന്ദിയും സ്തുതിയും പറഞ്ഞ് 1 മണിക്കൂറും കൂടി സമയമിരുന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ അദ്ദേഹം തൻ്റെ ജോലി കർത്തവ്യങ്ങൾ നിർവഹിക്കുവാനായി പാടത്തേക്ക് പോവുകയുള്ളൂ. കൂടെ ജോലി ചെയ്യുന്ന പലരും ഇത് കണ്ട് ഇഷ്ടപ്പെടാതെ അസൂയ തോന്നി, ദേഷ്യം തോന്നി തൻ്റെ യജമാനനോട് പറഞ്ഞു, ഇതാ വിശുദ്ധ ഇസ്തോർ എന്ന് പറയുന്നയാള് പലപ്പോഴും വിശുദ്ധ കുർബാനയ്ക്ക് പോയിട്ട് സമയം കളഞ്ഞ് പ്രാർത്ഥിച്ച് ദേവാലയത്തിലിരുന്ന് കൃത്യസമയത്ത് ജോലിക്ക് വരാറില്ല എന്ന് തൻ്റെ യജമാനനോട് കംപ്ലൈൻറ്റ് ചെയ്തു. അപ്പോൾ ഈ യജമാനന് ഇസ്തോറിനെ കുറിച്ച് വലിയ മതിപ്പായിരുന്നു. എന്നാൽ പിന്നെ ഇസ്തോർ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ഇദ്ദേഹം ഒരു ദിവസം രാവിലെ വന്ന് നോക്കുമ്പോൾ കാണുന്നത് ശരിയാണ്, ഇസ്തോർ ചാപ്പലിലിരുന്ന് വിശുദ്ധ കുർബാന കഴിഞ്ഞിരുന്ന് ധ്യാനത്തിൽ മുഴുകിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ യജമാനൻ പാടത്ത് ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ഇതാ ഈ ഇസ്തോർ ജോലി ചെയ്യേണ്ട സ്ഥലത്ത് അദ്ദേഹത്തെ ഏൽപ്പിച്ച ജോലി ഒരു വ്യക്തി ഇരുന്ന് ചെയ്യുന്നു. അത് അദ്ദേഹത്തിൻ്റെ കാവൽ മാലാഖയായിരുന്നു. ഇസ്തോർ ചെയ്ത് തീർക്കേണ്ട എല്ലാ ജോലികളും അദ്ദേഹം വരുന്നതിന് മുമ്പ് തന്നെ കാവൽ മാലാഖ അവിടെ വന്ന് അദ്ദേഹത്തിന് വേണ്ടി ജോലി ചെയ്യുകയാണ്. യജമാനൻ അത്ഭുതപ്പെട്ടു പോയി. വീണ്ടും മറ്റൊരു ദിവസം യജമാനൻ പാടത്ത് വന്ന് നോക്കുകയാണ്, ഇസ്തോർ എങ്ങനെയാണ് മറ്റുള്ള എല്ലാവരേക്കാൾ മുമ്പിലെ തന്നെ ഏൽപ്പിക്കുന്ന ജോലിയൊക്കെ പൂർത്തിയാക്കുന്നു. ഇതെന്ത് അത്ഭുതമാണ്, എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഈ യജമാനൻ ഇസ്തോർ ജോലി ചെയ്യുന്ന പാടത്തേക്ക് വന്ന് നോക്കുകയാണ് ഒരു ദിവസം. അപ്പോൾ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം കാണുകയാണ്, ഇസ്തോർ ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഇടത്തും വലത്തുമായിട്ട് 2 മാലാഖമാർ കൂടി അദ്ദേഹത്തോട് ചേർന്ന് നിന്ന് ജോലി ചെയ്യുന്നു. ഇതാണ് ഇസ്തോറിൻ്റെ ജോലി. സമയത്തിനു മുമ്പ്, നേരത്തിനു മുമ്പേ അദ്ദേഹത്തിന് ചെയ്തു തീർക്കുവാനായിട്ട് സാധിക്കുന്നതെന്ന് യജമാനന് മനസ്സിലാകുകയാണ്. തൻ്റെ ജോലി പൂർത്തിയായി കഴിയുമ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോഴും ഇസ്തോർ ആ പാടത്തിരുന്നു കൊണ്ട് തന്നെ ആ വിശ്രമ സമയത്തിരുന്നും പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥനയിൽ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന എല്ലാ നന്മകളും ചെയ്ത് വിശുദ്ധനായ ഒരു ജീവിതം നയിച്ച് വിശുദ്ധ ഇസ്തോറായി മാറി. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് കർഷകരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ ഇസ്തോർ. നമ്മളൊക്കെ ഏത് ജോലിക്ക് പുറപ്പെടുമ്പോഴും നമ്മുടെ ജോലി ഭാരമായിട്ട് നമുക്ക് തോന്നുന്നുവെങ്കിൽ അതിൻ്റെ കാരണം നമ്മൾ വിശുദ്ധ കുർബാനയിലും ദൈവത്തിലും ആശ്രയിക്കാതെ, പ്രാർത്ഥനയിൽ ആശ്രയിക്കാതെ ചെയ്യുന്നുകൊണ്ടാണ്. എത്ര വലിയ തിരക്ക് പിടിച്ച് ജോലി ചെയ്താലും 2-3 ഉത്തരവാദിത്തങ്ങൾ ചെയ്യുമ്പോഴും മടുപ്പ് കൂടാതെ ജോലി ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നമ്മൾ നീക്കി വെച്ചിരിക്കുന്ന സമയം വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. പലപ്പോഴും എൻ്റെ മദർ ജനറൽ ചോദിക്കാറുണ്ട്, കുറേ ജോലികൾ ഞാൻ ചെയ്യുമ്പോൾ മരിയ എങ്ങനെ ഇതെല്ലാം ചെയ്യുന്നത്, മടുക്കുന്നില്ലേ, കുറച്ച് ഉത്തരവാദിത്തങ്ങൾ കുറച്ച് ചെയ്യുന്ന പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, മദറെ എനിക്ക് മടുപ്പ് തോന്നാറില്ല എന്ന്.
എത്ര ജോലി ചെയ്താലും നമുക്ക് മടുപ്പ് തോന്നാതെ സന്തോഷത്തോടു കൂടി അത് ചെയ്യുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് എനിക്കറിയാം. എൻ്റെ പ്രാർത്ഥനയുടെ സമയം ഞാൻ കൃത്യമായിട്ട് അത് ഉപയോഗപ്പെടുത്തും. ഒരു വിശുദ്ധ കുർബാന, ഒരു ദിവസം നമുക്ക് എത്ര വിശുദ്ധ കുർബാന അർപ്പിക്കാൻ സാധിച്ചാലും ഞാനതിന് മുടക്കം വരുത്താറില്ല. മടുപ്പ് കൂടാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ ചിലപ്പോൾ 3, 4, 5 വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കേണ്ട അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അന്നേരം ഒന്നും ഞാൻ ഒഴിവാക്കിയിട്ടില്ല. പക്ഷേ അവിടെയൊക്കെ ദൈവത്തിൻ്റെ വലിയ ശക്തി കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയുടെ ശക്തി നമ്മൾ അനുഭവിച്ചറിയുമ്പോഴാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് സന്തോഷത്തോടു കൂടി മുന്നേറുവാൻ സാധിക്കുന്നത്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എത്ര മടുപ്പ് കൂടാതെയും എത്ര ജോലി ഭാരമുള്ളതാണെങ്കിലും അത് ചെയ്തു തീർക്കുവാൻ, അത് വിശുദ്ധിയിൽ ചെയ്തു തീർക്കുവാൻ, പരിശുദ്ധിയിൽ ചെയ്തു തീർക്കുവാൻ, പരിപൂർണതയിൽ ചെയ്തു തീർക്കുവാൻ നമ്മളെ സഹായിക്കുന്ന, ശക്തിപ്പെടുത്തുന്നത് ഓരോ ദിവസവും അർപ്പിക്കുന്ന വിശുദ്ധ ബലി അർപ്പണമാണ്. അതുകൊണ്ട് എത്ര തിരക്കുകളുണ്ടെങ്കിലും നമ്മൾ വിശുദ്ധ ബലി ഒരു ദിവസവും അർപ്പിക്കാതെ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കരുത്. ഒരിക്കൽ ഒരു പാവപ്പെട്ട അമ്മച്ചി പ്രായാധിക്യത്താൽ എല്ലാ ദിവസവും പള്ളിയിൽ പോകും. ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, ആരും കൂട്ടില്ല. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടമല്ല, വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. മലബാർ സൈഡിൽ അവിടെയൊക്കെ ആണെങ്കിൽ പണ്ടൊക്കെ ഞാനൊക്കെ ഓർമ്മ വയ്ക്കുന്ന കാലത്തിലൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ ഞായറാഴ്ച ദിവസങ്ങളിലാണ് അപ്പച്ചൻ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇറച്ചിയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് കറി വെച്ച് തരുന്ന ദിവസം ഞായറാഴ്ചയാണ്. അന്നൊരു ദിവസം മാത്രമേ പള്ളിയുടെ അടുത്തുള്ള പ്രദേശത്ത് എവിടെയെങ്കിലും ഒരു മാംസങ്ങൾ കൊടുക്കുന്ന ഒരു കടയുണ്ടാകും. അതിനെ കൊന്ന് കശാപ്പാക്കി എല്ലാവർക്കും കൊടുത്തു വിടും. അതിൽ നിന്ന് ഒരു പങ്ക് അപ്പച്ചന് മേടിച്ചു കൊണ്ടുവരും. അത് കഴിക്കുന്നത് അങ്ങനെ ഞായറാഴ്ചയാന്ന്, അന്നത്തെ ദിവസം മാത്രമേ നമുക്ക് മാംസം കിട്ടാറുള്ളൂ. അതുപോലൊരു കാലഘട്ടത്തിൽ ഈ പാവപ്പെട്ട അമ്മച്ചി ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകും. ഞായറാഴ്ച പള്ളിയിൽ കഴിഞ്ഞിട്ട് അമ്മച്ചി കുറച്ച് സമയം കൂടി അവിടെ ഇരുന്ന് ഉപകാരസ്മരണ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയുണ്ട്. കുറച്ച് സമയം അമ്മച്ചി ഇരുന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അമ്മച്ചി തിരിച്ചു വരുമ്പോഴത്തേനും ഈ മാംസങ്ങളെല്ലാം തീർന്നിരിക്കും. ഇറച്ചി എല്ലാവരും വന്ന് മേടിച്ചു കൊണ്ട് പോയി കഴിഞ്ഞു. മിക്ക ദിവസവും അമ്മച്ചിക്ക് കിട്ടാറില്ല. കാരണം ഞായറാഴ്ച രാവിലെ കുർബാന കഴിയുന്നതേ ചേട്ടന്മാർ ഓടും അവിടേക്ക്. അവിടെ ചെന്ന് തിരക്കാ, ഭയങ്കര ബഹളമാണ്. ആ ബഹളമൊക്കെ കഴിഞ്ഞ് സാവകാശം പോയി മേടിക്കാമെന്ന് അമ്മച്ചി കരുതുന്നത്. പക്ഷെ അമ്മച്ചി എത്തുമ്പോഴത്തേനും മിക്ക ദിവസവും കടയിൽ ഇറച്ചിയെല്ലാം തീർന്നിരിക്കും. അപ്പം അമ്മച്ചിക്ക് സങ്കടമായി. ഒരു ദിവസം രാവിലെ അമ്മച്ചി തീരുമാനിച്ചു, ഈ ഞായറാഴ്ചയെങ്കിലും എനിക്കൊരല്പം ഇറച്ചി കഴിച്ച് ചോറുണ്ണണം. അതുകൊണ്ട് രാവിലെ തന്നെ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ അമ്മച്ചി നേരെ ഇറച്ചിക്കടയിലേക്ക് ചെന്നു. അവിടെ ചെന്നിട്ട് അവിടുത്തെ ഇറച്ചിക്കടക്കാരനോട് പറഞ്ഞു, എടാ മോനെ, എനിക്ക് വേണ്ടിയിട്ട് നീ ഒരു കഷ്ണം ഇറച്ചി മാറ്റി വെച്ചേക്കണം. ഞാൻ കുർബാന കഴിഞ്ഞ് താമസിച്ചേ വരത്തുള്ളൂ. അപ്പോൾ ഈ ഇറച്ചിക്കടക്കാരനറിയാം ഈ അമ്മച്ചി പാവപ്പെട്ടതാണ്, ആരും പൈസയൊന്നും കൊടുക്കാറില്ല, അമ്മച്ചിയുടെ കയ്യിൽ 10 പൈസയില്ല, അമ്മച്ചിക്ക് ഇറച്ചി കൊടുത്താലും അമ്മച്ചി പൈസയൊന്നും തരാറില്ല, ഫ്രീ ആയിട്ടാണ് അദ്ദേഹം കൊടുക്കുന്നത്. എന്നാൽ വെറുതെ അമ്മച്ചീനെ ഒന്ന് തമാശയായിട്ട് കളിയാക്കാൻ വേണ്ടി ഇറച്ചിക്കടക്കാരൻ ചോദിച്ചു, അമ്മച്ചി, ഞാൻ ഇറച്ചി തന്നാൽ അമ്മച്ചി എനിക്ക് പൈസ തരുമോ? അപ്പോൾ അമ്മച്ചി പറഞ്ഞു, എടാ മോനെ, നിനക്കറിയാൻ മേലെ എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല എന്ന്. നിനക്ക് എൻ്റെ അവസ്ഥ അറിയാവുന്നതല്ലേ? നീ എനിക്ക് ഇറച്ചി തന്നാൽ ഇന്നത്തെ കുർബാന ഞാൻ നിനക്ക് വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചു കൊള്ളാം, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മച്ചി ദേവാലയത്തിലേക്ക് പോയി വിശുദ്ധ കുർബാനയെ അർപ്പിച്ച് അമ്മച്ചി തിരിച്ചു വന്നു. ധ്യാനമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇറച്ചിക്കടയെല്ലാം ശൂന്യമായി, ആരുമില്ല. അപ്പം അമ്മച്ചി ചോദിച്ചു, എടാ മോനെ, നീ എനിക്ക് വേണ്ടി നീക്കി വെച്ച ഇറച്ചി ഉണ്ടെങ്കിൽ എനിക്ക് എടുത്തു താ. അപ്പം അദ്ദേഹം ചോദിച്ചു, അമ്മച്ചി പൈസ കൊണ്ടുവന്നിട്ടുണ്ടോ? അപ്പം അമ്മച്ചി പറഞ്ഞു, ഇല്ല, പൈസ കൊണ്ടുവന്നിട്ടില്ല, ഞാൻ നിനക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴവൻ പറഞ്ഞു, എന്നാൽ പിന്നെ അമ്മച്ചീനെ ഒന്ന് ഞാൻ പരീക്ഷിച്ചിട്ടേ ഉള്ളൂ എന്ന് കരുതി ഈ ഇറച്ചിക്കടക്കാരൻ ഒരു കഷ്ണം പേപ്പർ എടുത്തിട്ട് അതിലെഴുതി വെച്ചു, ഒരു വിശുദ്ധ കുർബാനയുടെ വില. ഒരു വിശുദ്ധ കുർബാനയുടെ വില എന്ന് പറഞ്ഞ് ഒരു തുണ്ട് കഷ്ണം പേപ്പറിൽ എഴുതി വെച്ചിട്ട് ക്ലാസിൻ്റെ ഒരു തട്ടിയിൽ വെച്ചു. അടുത്ത തട്ടിൽ അമ്മച്ചിക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്ന ഇറച്ചി കഷ്ണവും വെച്ചു. എന്നിട്ട് ഇദ്ദേഹം ക്ലാസ് നോക്കുമ്പോൾ ഈ ഒരു വിശുദ്ധ കുർബാനയുടെ വില എന്ന് എഴുതി വെച്ചിരിക്കുന്ന തട്ടിന് ഒരു അനക്കവും ഇല്ല, അവിടെ തന്നെ നിൽക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇദ്ദേഹത്തിന് വേണ്ടി മാറ്റിവെച്ച ഒരു കിലോ ഇറച്ചി ഉണ്ടായിരുന്നു, അതും എടുത്തു വെച്ചു, അവിടെയും തട്ടിനൊരു അനക്കവുമില്ല. അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ
അലക്സ് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ ഇരിപ്പുണ്ട്. അദ്ദേഹം സിഗരറ്റൊക്കെ വലിച്ച് പള്ളിയിൽ പോകാതെ ഒരു നിരീശ്വരവാദിയാണ്, വിശ്വാസമൊന്നും ഇല്ലാത്ത മനുഷ്യനാണ്. എല്ലാ ദിവസവും രാവിലെ ഇദ്ദേഹത്തിൻ്റെ കടയിൽ വന്നിങ്ങനെ ഇരുന്ന് എല്ലാവരെയും വിമർശിച്ച് കുറ്റം പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, ഈ അമ്മച്ചിയും കച്ചവടക്കാരനും തമ്മിലുള്ള സംഭാഷണം. ഇദ്ദേഹം നോക്കുമ്പോൾ ഇതാ നമ്മുടെ ചേട്ടൻ്റെ കയ്യിലുള്ള ഇറച്ചി തീർന്നു. ഇദ്ദേഹം പറഞ്ഞു, എന്നാൽ പിന്നെ എടാ എൻ്റെ ഇറച്ചി നീ എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നു, അതും കൂടി നീ എടുത്തു വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീതവും കൂടി ആ തട്ടിലെടുത്തു വെച്ചു. അവിടെയും ഇതാ ഒരു വിശുദ്ധ കുർബാനയുടെ വിലയെന്നെഴുതിയ ആ തട്ടിന് യാതൊരു അനക്കവുമില്ല. രണ്ടുപേരും തമ്മിൽ വിറയ്ക്കാൻ തുടങ്ങി. കയ്യിൽ ബാക്കിയുള്ള എല്ലാ ഇറച്ചി കഷ്ണം വെച്ചിട്ടും ഈ ഇറച്ചി ഒരു വിശുദ്ധ കുർബാനയുടെ വില എന്ന് പറഞ്ഞ തട്ടിന് യാതൊരു അനക്കവുമില്ല. അവർ അമ്മച്ചിയുടെ മുമ്പിൽ തോറ്റ് ഉന്നം പാടി രണ്ടുപേരും കൂടി കരങ്ങൾ കൂപ്പി ക്ഷമ പറഞ്ഞു. അപ്പോൾ അമ്മച്ചി ഒരു പുഞ്ചിരിയൊക്കെ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, എടാ മക്കളെ, നിങ്ങൾ അളക്കുന്നത് ആരെയാണ്? വിശുദ്ധ കുർബാനയാണോ നിങ്ങൾ പുച്ഛിച്ചത്? വിശുദ്ധ കുർബാനയുടെ വില അളക്കാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? വിശുദ്ധ കുർബാനയുടെ വില എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? ഈ ലോകത്തിൽ ഒരു മനുഷ്യനും വർണ്ണിക്കാൻ സാധിക്കാത്തത്രയും വിലയുള്ളതാണ് വിശുദ്ധ കുർബാന. എത്ര പൈസ കൊടുത്താലും അത് നമുക്ക് കിട്ടത്തില്ല. എന്നാൽ ഈ വിശുദ്ധ കുർബാനയുടെ വില ഇന്ന് ഈ ലോകത്തിൽ ആർക്കും നിശ്ചയിക്കാൻ സാധിക്കത്തില്ലാത്ത വിശുദ്ധ കുർബാനയാണോ മക്കളെ നിങ്ങൾ അവഹേളിക്കുന്നതും നിന്ദിക്കുന്നതും എന്ന് ചോദിച്ച് അമ്മച്ചി അവരെ രണ്ടുപേരെയും ഉപദേശിച്ചു. അവർക്ക് അവരുടെ തെറ്റു മനസ്സിലായി. എന്നാൽ ഈ കൂട്ടുകാരന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു മാനസാന്തരമുണ്ടായി. അദ്ദേഹം ഒരിക്കൽ പോലും ഞായറാഴ്ച പള്ളിയിൽ പോകാത്ത മനുഷ്യനാണ്. പിറ്റേ ഞായറാഴ്ച മുതൽ അദ്ദേഹം ദേവാലയത്തിൽ പോകാൻ തുടങ്ങി. തൻ്റെ ജീവിതത്തിൽ വന്ന തെറ്റുകളും കുറ്റങ്ങളും വിശ്വാസവും ഇല്ലായ്മയൊക്കെ ഏറ്റുപറഞ്ഞ് അദ്ദേഹം മാനസാന്തരപ്പെട്ടു. അദ്ദേഹത്തിന് 2 ആൺമക്കളുണ്ടായിരുന്നു. അദ്ദേഹം തീരുമാനമെടുത്തു, എൻ്റെ ഈശോയുടെ തിരുശരീരക്തങ്ങൾ കരങ്ങളിലെടുക്കുന്ന ഒരു പുരോഹിതനായി എൻ്റെ മക്കൾ മാറണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. തൻ്റെ ആ മക്കൾക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചു. നല്ലൊരു ദൈവവിളി ഉണ്ടാകാൻ, അവരൊരു വൈദികരായി തീരണമെന്ന് ആഗ്രഹിച്ച് ഈ മനുഷ്യൻ ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. എന്നാൽ പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 മക്കളും സെമിനാരിയിൽ ചേർന്നു, വൈദികനായി തീർന്നു. അതിലൊരു വൈദികൻ തൻ്റെ ജീവിതത്തിൽ ദൈവവിളി കിട്ടിയതിൻ്റെ കാരണം എന്താണെന്ന് ആ വൈദികന് തൻ്റെ ആദ്യ കുർബാന, തൻ്റെ ആദ്യത്തെ ബലിയർപ്പണ സമയത്ത് അദ്ദേഹം പങ്കുവെച്ച ജീവിതാനുഭവമാണ് ഇവിടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്കാർക്കും വർണ്ണിക്കാനോ മനസ്സിലാക്കാനോ സാധിക്കാത്ത ഏറ്റവും വിലയേറിയ ഒരു വിശുദ്ധ കുർബാനയാണ് മക്കളെ നമ്മൾ എല്ലാ ദിവസവും ഉപേക്ഷിച്ച് പുറംതിരിഞ്ഞ് പോകുന്നത് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ കുർബാനയില്ലാതെ ഒരു വ്യക്തിയുടെ ജീവിതവും പരിപൂർണതയിൽ എത്തുവാനോ നിത്യജീവൻ പ്രാപിക്കുവാനോ അവർക്ക് സാധിക്കത്തില്ല. നമുക്ക് മരണം കഴിഞ്ഞാൽ ഒരു നിത്യജീവനുണ്ട്. ആ നിത്യജീവൻ നമുക്ക് ലഭിക്കണമെങ്കിൽ വിശുദ്ധ കുർബാന നമ്മൾ എത്രമാത്രം ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി സ്വീകരിക്കാൻ സാധിക്കുമോ അത്രമാത്രം വിശ്വാസത്തോടുകൂടി ഭക്തിയോടുകൂടി നമ്മൾ സ്വീകരിക്കുവാൻ നമുക്കൊരു തീരുമാനമെടുക്കാം. അതുപോലെ തന്നെ ഒരു ദിവസം പോലും ഒരു വിശുദ്ധ കുർബാന എനിക്ക് എൻ്റെ കഴിവിന് അല്ലെങ്കിൽ എനിക്ക് സാധിക്കുന്നത് പോലെ ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് എൻ്റെ ജീവിതം വിശുദ്ധ കുർബാനയ്ക്ക് കേന്ദ്രീകൃതമായ ഒരു വിശുദ്ധ ജീവിതമായിട്ട് ഞാൻ ജീവിക്കുമെന്ന് നമുക്ക് ഇന്നേ ദിവസം തീരുമാനമെടുക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ സഹനത്തിൻ്റെ വേദനയുടെ നടുവിലാണ് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. അതുപോലെ അനുദിന ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന എല്ലാ സഹനങ്ങളും പങ്കുവെച്ച് ബലിയർപ്പിക്കാനുള്ള ഒരു അവസരമാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് നമ്മുടെ എല്ലാ ദുഃഖങ്ങളും സഹനങ്ങളും വേദനകളും സങ്കടങ്ങളും നിയോഗങ്ങളും ഓരോ ദിവസത്തെയും വിശുദ്ധ കുർബാനയിൽ നമ്മൾ കാഴ്ചയപ്പത്തോടൊപ്പം സമർപ്പിക്കണം. അത് സമർപ്പിച്ചിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം ഈ ലോകത്തിലുള്ള മറ്റൊരു ശക്തിക്കും നൽകുവാനായിട്ട് സാധിക്കത്തില്ല. ഏറ്റവും വലിയ പ്രാർത്ഥന, ഏറ്റവും വലിയ ആരാധന വിശുദ്ധ കുർബാനയാണ്. ഇന്ന് പലപ്പോഴും നമുക്ക് ദേവാലയങ്ങളിൽ ചെല്ലുമ്പോൾ വണക്കവാസത്തിനും അല്ലെങ്കിൽ പല വിശുദ്ധരുടെ നൊവേനയ്ക്കൊക്കെ പോകുമ്പോൾ കാണാൻ സാധിക്കും, പല വ്യക്തികളും വന്നിട്ട് വിശുദ്ധരുടെയൊക്കെ കാലുകൾ അല്ലെങ്കിൽ വിശുദ്ധരുടെയൊക്കെ രൂപങ്ങളൊക്കെ തൊട്ടുമുത്തും. എന്നാൽ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു കൊണ്ടുവരുമ്പോൾ അതൊന്ന് തൊട്ടുമുത്താനോ ആ വിശുദ്ധ കുർബാനയൊന്ന് വണങ്ങുവാനോ പലർക്കും അറിയില്ല.
വിശുദ്ധ കുർബാന ദേവാലയത്തിൽ അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും നമുക്ക് കാണാൻ സാധിക്കും പലരും വിശുദ്ധരെ മുത്താനും വിശുദ്ധരുടെ അടുക്കലേക്ക്, മാതാവിൻ്റെ അടുത്തേക്ക്, വിശുദ്ധരുടെ അടുത്തേക്ക് പോകാൻ തിരക്കാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, അവിടുത്തെ നമ്മൾ തെറ്റായ ഒരു ചിന്തയാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി, ഏറ്റവും വലിയ പ്രാർത്ഥന, ഏറ്റവും വലിയ ആരാധന വിശുദ്ധ കുർബാനയാണ്. നമുക്ക് സ്വീകരിക്കാം. വിശുദ്ധ കുർബാനയ്ക്ക് യോജ്യമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട്, എന്നും വിശുദ്ധ കുർബാനയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ജീവിക്കും. പരിശുദ്ധി അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പരിശുദ്ധി അമ്മയുടെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.